എല്ലാവർക്കും നമസ്കാരം. നദാനി അക്കൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാർഷിക മേഖലയൊക്കെ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ നഷ്ടങ്ങൾ നമുക്കുണ്ടാവാം. നമ്മൾ അതിൽ നിന്ന് വിറ്റ് വരവൊക്കെ കിട്ടി ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ചില നേരത്തെ ചില നഷ്ടങ്ങൾ നമുക്കത് ഭയങ്കര വിഷമം തരുന്ന ഒരു കാഴ്ചയായിരിക്കും. അപ്പോൾ അതുപോലത്തെ ഒരു കാഴ്ചയാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ അങ്ങനെ ദുഃഖകരമായിട്ട് നിൽക്കുന്ന സമയത്ത് ആ കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ചെറിയൊരു സന്തോഷം കൂടി നമുക്ക് കടന്നു വരാനുള്ള സാഹചര്യങ്ങൾ കിട്ടാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ രണ്ടും ഉണ്ട്, ഒരു ചെറിയ നഷ്ടവും അതുപോലെ തന്നെ ഒരു ചെറിയ സന്തോഷമുണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടെ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് നമ്മുടെ ബ്രൂഡുകളിൽപ്പെട്ട ഒരു ബ്ലൂ ക്രൈഫിഷ് ആണ്. അവളുടെ വാലിൻ്റെ അടിഭാഗത്ത് ചെറുതായിട്ട് എഗ്ഗൊക്കെ ലോഡായി തുടങ്ങിയിട്ടുണ്ട്. അതാണ് അവളുടെ വാലിൻ്റെ അടിഭാഗത്ത് റവത്തരികൾ പോലെ വൈറ്റ് ഡോട്ട് ഡോട്ട് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. സൂക്ഷിച്ച് നോക്കിയാലേ കാണുന്നുള്ളൂ. അപ്പോൾ എന്താണ് ഇവളെ കയ്യിലെടുത്ത് വെച്ചേക്കണേ, എന്താണ് ആ ദുഃഖകരമായ വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഓൾറെഡി ഡെഡ് ആയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ. അപ്പോൾ ബ്രൂഡുകൾ കിടന്നിട്ടാണെങ്കിൽ വാലിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ റവത്തരികൾ പോലെ കണ്ടു കഴിഞ്ഞപ്പോൾ അവളെ നമ്മൾ മാറ്റിയൊരു ടബിലിട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് കാരണം എന്നൊന്നും അറിയില്ല. വെള്ളത്തിൻ്റെ കണ്ടീഷൻ മോശമായതായിരിക്കാം. ഇന്ന് ഞാൻ ചെല്ലും അവശതയിലായിരുന്നു. പിടിച്ച് മാറ്റിയിട്ട് വെള്ളമൊക്കെ കുറച്ചൊരു ടാങ്കിൽ സെറ്റ് ചെയ്തെങ്കിലും ഡെഡായി പോവുകയാണ് ചെയ്തത്. ഇതുപോലെ ഇടയ്ക്ക് സംഭവിക്കാറുള്ളത് തന്നെയാണ്. വലിയ ബ്രൂഡുകളൊക്കെ നമുക്ക് നഷ്ടമാവാറുണ്ട്. അതൊരു സങ്കടം തരുന്ന കാഴ്ചയാണെങ്കിലും ബ്ലൂ ക്രൈഫിഷൊക്കെ പോകുമ്പോൾ ഒരുപാട് സങ്കടമാണ്. കാരണം ഒരുപാട് ഡിമാൻഡ് ഉള്ളതും എൻക്വയറി വരുന്നതും നമുക്ക് കൊടുക്കാനായിട്ട് തികയാത്ത ഒരു ഐറ്റം കൂടിയാണ് ഈ പറയുന്ന ബ്ലൂ ക്രൈഫിഷ്. അപ്പോൾ അത് പോയതിൻ്റെ സങ്കടമൊക്കെ കുറച്ച് നേരം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ താളം ചവിട്ടി നിൽക്കും. അതും എഗ്ഗ് ലോഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീമെയിൽ ക്രൈഫിഷ് ആകുമ്പോൾ നമുക്ക് സങ്കടം ഒരുപാട് ഇരട്ടിക്കും. അപ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യുമെന്ന് അറിയാനായിട്ട് ബാക്കി ടാങ്കുകളൊക്കെ ഇങ്ങനെ പരതി നോക്കിയപ്പോഴാണ് ചെറിയൊരു സന്തോഷം എന്ന രീതിയിൽ ഒരു വൈറ്റ് ക്രൈഫിഷ് ഒരൊറ്റ കുട്ടിയെ മാത്രമേ നമുക്ക് എഗ്ഗ് ലോഡായിട്ട് കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ അവൾ എഗ്ഗ് ലോഡായിരിക്കുന്നതുകൊണ്ട് അപ്പോൾ ചെറിയൊരു സന്തോഷം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേറൊന്നല്ല, ഇവളെ നമ്മൾ GK ഗോൾഡിൻ്റെ കൂടെ ഇട്ടിട്ടാണ് അവളെ എഗ്ഗ് ലോഡായി ഇപ്പോൾ സെറ്റായി കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവൾ മിക്സഡായിട്ട് ഇറങ്ങാവുന്ന കുട്ടികളാണ്. അതാണ് അവളുടെ ആ ഒരു എഗ്ഗിനൊരു യെല്ലോ കളറൊക്കെ കയറി വന്നിരിക്കുന്നത്. വൈറ്റ് ക്രൈഫിഷ് ആണെങ്കിലും അത് GK ഗോൾഡിൻ്റെ കൂടെയാണ് അവളുടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. കാര്യം നമുക്ക് നല്ല കളറ് വെറൈറ്റിയിൽ പെട്ട ബ്ലൂ ക്രൈഫിഷ് ഡെഡായ ആ ഒരു ദുഃഖത്തിലിരിക്കുകയാണെങ്കിലും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്താൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മിക്സ്ഡ് GK ഗോൾഡിൽ നിന്നാണെങ്കിൽ പോലും ഒരു മിക്സ്ഡ് ആയിട്ട് ഒരു വൈറ്റ് ക്രൈഫിഷ് എഗ്ഗ് ലോഡായി കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്കതൊരു സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ്. അതാണ് നമ്മൾ ഒരു ദുഃഖത്തിനപ്പുറം ഒരു സന്തോഷം ചെറുതായിട്ടെങ്കിലും ദൈവം കൊണ്ടുതരും എന്നുള്ളതിനൊരു അടയാളമാണത്. അപ്പോൾ ഒരേ സമയം കടന്നു വന്ന ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവവും അതുപോലെ തന്നെ അതിനെ മറികടക്കാനായിട്ട് കിട്ടിയ ചെറിയൊരു സന്തോഷവും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.